എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്നത് ഷെക്കിന പ്രേക്ഷകർക്ക് മുമ്പിലായിരിക്കുന്നത് ഒരു വലിയൊരു വ്യക്തിത്വമാണ്. ഏകദേശം 40 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 1986 ഫെബ്രുവരി 7-ാം തീയതി കേരളക്കരയിലേക്ക്, അതും തൃശ്ശൂരിൻ്റെ മണ്ണിലേക്ക്, സാംസ്കാരിക നഗരത്തിൻ്റെ മധ്യത്തിലേക്ക് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വന്നെത്തിയപ്പോൾ മാർപ്പാപ്പയെ സ്വീകരിക്കാൻ വന്ന കുറച്ച് പൈതങ്ങളുടെ കൂടെ അച്ഛനും ഉണ്ടായിരുന്നു. അതായത് അന്ന് കുഞ്ഞു കുട്ടിയായിട്ട്, തിരുബാല സഖ്യത്തിലെ കുഞ്ഞു കുട്ടിയായിട്ട് മാർപ്പാപ്പയ്ക്ക് മാല ചാർത്തിയും മാർപ്പാപ്പയിൽ നിന്ന് ഉമ്മ സ്വീകരിച്ചും തിരിച്ചുമ്മ കൊടുത്തൊക്കെ ചുംബനം കൊടുത്തൊക്കെ അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് അച്ഛൻ ഇവിടെ വൊക്കേഷനിസ്റ്റ് സന്യാസ സമൂഹത്തിലെ ഒരു വൈദികനാണ്. നമുക്ക് അച്ഛനെ കുറിച്ച് കൂടുതൽ അറിയാം. അച്ഛൻ ഇന്നേക്ക് 40 വർഷമാവാണ്, ഏകദേശം റൂബി ജൂബിലി. അപ്പോൾ അച്ഛൻ തിരുബാല സഖ്യത്തിലുണ്ടായിരുന്നു, അതുപോലെ തന്നെ മാർപ്പാപ്പയെ നേരിട്ട് കാണാൻ സാധിച്ചു. ഇന്ന് അദ്ദേഹം വലിയൊരു വിശുദ്ധനാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങൾ അച്ഛൻ പങ്കുവയ്ക്കാം. എൻ്റെ പേര് ഫാദർ ജോസഫ് കണനായ്ക്കൽ SDV. ഞാൻ ദിവ്യാഹ്വാന സഭയിലെ അംഗമാണ്. സൊസൈറ്റി ഓഫ് ഡിവൈൻ വൊക്കേഷൻസ് ദിവ്യാഹ്വാന സഭ ദൈവവിളികളെ പ്രോത്സാഹിപ്പിക്കുന്ന സഭയാണ്. ഈ സഭയുടെ സ്ഥാപകൻ വിശുദ്ധ ജസ്റ്റിൻ ബ്രസോളിലെയാണ്. അപ്പോൾ ഞാനിവിടെ മുളയത്തുള്ള ഞങ്ങളുടെ ആശ്രമത്തിലാണുള്ളത്. തലൂരും മുളയത്താണ്, അതുപോലെ തന്നെ തലശ്ശേരിയിലൊക്കെയാണ് അച്ഛന്മാരുടെ ഹൗസുകളുള്ളത്. ഞങ്ങളുടെ തന്നെ സിസ്റ്റേഴ്സും ഉണ്ട്, വൊക്കേഷൻ സിസ്റ്റേഴ്സും ഉണ്ട്. അവർ മണ്ണുത്തി, പുത്തൂര്, പുതുരുത്തി, അതുപോലെ തന്നെ ആന്ധ്ര, കാസർഗോഡ് അവിടേക്കുണ്ട്. എൻ്റെ അപ്പച്ചൻ്റെ പേര് ഡേവിസ് കണനായ്ക്കൽ, അമ്മയുടെ പേര് സൂസി ഡേവിസ്. അമ്മയുടെ വീട്ടുപേര് പഴയടത്ത് പറമ്പിൽ സിംഗർ എന്ന പേരിലാണ് അവർ അറിയപ്പെടുന്നത്. എനിക്ക് ഒരു പെങ്ങളാണുള്ളത്. പെങ്ങളുടെ പേര് സിസ്റ്റർ റോസ്മേരി CHF, തിരുക്കുടുംബ സന്യാസ സമൂഹത്തെ അംഗമാണ്. അവൾ ചേലക്കര അവിടെ സ്കൂളിൽ പഠിപ്പിക്കുകയാണ്. ഫാമിലി കൗൺസിലിങ്, അതുപോലെ തന്നെ കുട്ടികൾ പഠിപ്പിക്കുന്ന ടീച്ചറാണ്. ഹോം മിഷനൊക്കെ പോകാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പെങ്ങൾ ആ രീതിയിലും പോകും. ഞാനിവിടെ അച്ഛന്മാരെ ഇടവകളിലൊക്കെ സഹായിക്കും. പല രൂപതകളിലും ഇടവകളിൽ അച്ഛന്മാരെ ആവശ്യപ്പെടുമ്പോൾ സഹായിക്കാനായിട്ട്, അച്ഛന്മാരെ ആവശ്യപ്പെടുമ്പോൾ സഹായിക്കാൻ, ആധ്യാത്മികമായ കാര്യങ്ങളിൽ ഉപസാരിപ്പിക്കാനും കുർബാനയ്ക്കൊക്കെ ഇവിടെ നിന്ന് പോകാറുണ്ട്. പല ഇടവകളിലും സേവനം അനുഷ്ഠിക്കാറുണ്ട്. 1986 ഫെബ്രുവരി 7-ാം തീയതിയാണ് മാർപ്പാപ്പ തൃശ്ശൂർ കടന്നു വരുന്നത്. അപ്പോൾ തിരുബാല സഖ്യത്തിൽ ബൈബിൾ വായനാ മത്സരത്തിൽ 1-ാം സ്ഥാനം ലഭിച്ചപ്പോഴാണ് എനിക്ക് തിരുബാല സഖ്യാംഗങ്ങളുടെ പ്രതിനിധിയായിട്ട് മാർപ്പാപ്പയെ മാലിടാനായിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. അപ്പോൾ ഞാൻ ചെറുപ്പത്തിലെ തിരുബാല സഖ്യത്തിലെ അംഗമായിരുന്നു. പള്ളിയുടെ അടുത്തായിരുന്നു എൻ്റെ വീട്. സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് നെല്ലിക്കുന്ന്, സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലാണ് ഞങ്ങൾ പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ പള്ളിയിലെ ഓൾട്ടർ വോയ്സിലും ഗായക സംഘത്തിലും അതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുമ്പോഴും പല മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ട്. അതിൽ ഞാൻ പങ്കെടുത്തത് ബൈബിൾ വായന മത്സരത്തിലാണ്. അപ്പോൾ തിരുബാല സഖ്യത്തിൻ്റെ മത്സരങ്ങളൊക്കെ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ ഞാൻ പങ്കെടുത്തത് ബൈബിൾ വായന മത്സരത്തിലാണ്. ആ മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അപ്പം അങ്ങനെ ഫസ്റ്റ് കിട്ടിയ എൻ്റെ വെളിച്ചത്തിലാണ് ഈ ഫസ്റ്റ് കിട്ടിയതാണ് മാർപ്പാപ്പയെ മാലിടാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച കാരണം. അപ്പം അങ്ങനെ ഫസ്റ്റ് കിട്ടിയ പലരെയും വിളിച്ച്, ഫസ്റ്റ് സെക്കൻഡൊക്കെ കിട്ടിയവരെ വിളിച്ചിട്ട് വീണ്ടും ഒരു സെലക്ഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിൽ നിന്നാണ് എന്നെ സെലക്ട് ചെയ്തത്. അപ്പോൾ മാർപ്പാപ്പ തൃശ്ശൂർ വരുന്നത് അത് വളരെ വലിയൊരു സംഭവമായിരുന്നു. അപ്പോൾ അന്നത്തെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ട്. അന്ന് ഞാൻ 4-ാം ക്ലാസ് പഠിക്കുകയായിരുന്നു, ഞാനൊരു കൊച്ചുകുട്ടിയായിരുന്നു. അപ്പോൾ മാർപ്പാപ്പയെ വേദിയിലേക്ക് വരുമ്പോൾ മാലയിട്ട് സ്വീകരിക്കുക എന്നായിരുന്നു എൻ്റെ ദൗത്യം. അപ്പോൾ ജിൻസി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു, അവിടെ ബൊക്കെ കൊടുക്കാനായിട്ട്, ഞാൻ മാലയിടാനായിട്ട്. അപ്പോൾ വേദിയിലേക്ക് കൊണ്ടുപോകുന്ന പിതാവ് മാർപ്പാപ്പയെ ആനയിച്ച് കൊണ്ടുവരുന്നത് ഭൂഗോളം പകുതി മുറിച്ചതുപോലെ ഒരു തൂണിന്മേൽ നിൽക്കുന്നത് പോലെ ഉള്ളൊരു റോസ്ട്രം അല്ലെങ്കിൽ വേദി. ആ വേദിയിലേക്ക് മാർപ്പാപ്പ കടന്നു വന്നു. അപ്പോൾ മാർപ്പാപ്പയെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾ ബൊക്കയും മാലയും കൊടുത്ത് മാർപ്പാപ്പ ചെയ്തു. അപ്പോൾ മാർപ്പാപ്പയെ മാലയിടുന്ന അവസരത്തിൽ മാലയിടുന്നതിന് മുമ്പായിട്ട് മാർപ്പാപ്പയുടെ മാതൃഭാഷയിൽ, മാർപ്പാപ്പ പോളണ്ടുകാരനാണ്, അപ്പോൾ മാർപ്പാപ്പയുടെ പോളിഷ് ഭാഷയിൽ
ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പ മാലയിട്ടത്. നേഹ് ബഞ്ചെ പെഫലോനെ യേസൂസ് ക്രിസ്തുസ് എന്ന് പറഞ്ഞിട്ട് മാർപ്പാപ്പയുടെ മാതൃഭാഷയിൽ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് മാർപ്പാപ്പയ്ക്ക് മാലയിട്ടത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ കുട്ടികളെ മാർപ്പാപ്പയ്ക്ക് വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ ഈ മാതൃഭാഷയിൽ, മാർപ്പാപ്പയുടെ തന്നെ മാതൃഭാഷയിൽ ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ എന്ന് കേൾക്കുമ്പോൾ മാർപ്പാപ്പയ്ക്കും ഒരു കൗതുകം, സന്തോഷം. പിന്നെ ഞങ്ങൾ കൊച്ചുകുട്ടികളായിരുന്നുകൊണ്ട് അപ്പോൾ പേര് ചോദിച്ചു, വാട്ട്സ് യുവർ നെയിം എന്ന് ചോദിച്ചു. ജോസഫ് എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നെ ഞാൻ മുഖത്തേക്ക് നോക്കിക്കാം, മാർപ്പാപ്പയുടെ മുഖത്തേക്ക് നോക്കിക്കായിരുന്നു. കാരണം വളരെ യൂറോപ്യൻ അച്ഛൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നല്ല റോസ് കളറാണ്. അപ്പോൾ നമ്മൾ ആ പ്രസൻസിൽ പിതാവിനെ നോക്കി നിൽക്കായിരുന്നു, വളരെ കൗതുകത്തോടെ നോക്കി നിൽക്കായിരുന്നു. അപ്പോഴാണ് അച്ഛൻ പിടിച്ച് മാറ്റി ബൊക്കെ കൊടുക്കാനായിട്ട് ജിൻസി അവിടെ തയ്യാറായിരുന്നു. അപ്പോൾ ജിൻസി ബൊക്കെ കൊടുത്തു. രണ്ടുപേരും അടുത്ത് വിളിച്ചിട്ട് വീണ്ടും നെറ്റിയിൽ കുരിശ് വരച്ച് ആശ്രദിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോ ജപമാല തന്നു. മാർപ്പാപ്പ ആശ്രദിച്ച് തന്ന ജപമാലയാണിത്. 7286, 40 വർഷം മുമ്പ് മാർപ്പാപ്പ തൃശ്ശൂർ വന്നപ്പോൾ അവനെ ആശ്രദിച്ച് ചുംബിച്ച് ജപമാല ഞങ്ങൾക്ക് ആശ്രദിച്ച് തന്നു. അപ്പോൾ ഇത് ഞങ്ങൾ ഇപ്പോൾ മാർപ്പാപ്പ തന്ന കൊന്തയായതുകൊണ്ട് അത് പ്രത്യേകം എടുത്ത് വെച്ചിട്ടുണ്ട്. അന്നത്തെ ദിവസം തന്നെ ഞാൻ കിട്ടിയിട്ട് ഞാൻ അപ്പച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇതിനെ ഓരോരുത്തരും ഇങ്ങനെ കൈമാറി പോയി. മാർപ്പാപ്പ തന്ന കൊന്തയായതുകൊണ്ട് ശുംഭിക്കാനൊക്കെ വാങ്ങിയിട്ട് പിന്നെ അപ്പച്ചൻ പോയി വാങ്ങിക്കൊണ്ടിരുന്നു ചെയ്തു. കാരണം ഓരോരുത്തരും കൈമാറി പോയി ഈ ജപമാല. എന്നിട്ട് അത് വാങ്ങി കൊണ്ടുപോകും. അതുപോലെ മാർപ്പാപ്പയ്ക്ക് നമ്മൾ ക്രിസ്മസ് കാർഡ് അയക്കാറുണ്ട് എല്ലാ കൊല്ലവും. അപ്പോൾ അതിന് മറുപടിയും വരാറുണ്ട്. തിരുസിംഹാസനത്തിൽ നിന്ന് അപ്പസ്റ്റോളിക് നൂൺഷ്യ വഴിയായിട്ട് മറുപടി വരാറുണ്ട്. ഈ മാർപ്പാപ്പയ്ക്ക് മാത്രമല്ല, ഇതുവരെയുള്ള മാർപ്പാപ്പമാർക്കൊക്കെ മറുപടി കൊത്തയക്കാറുണ്ട്. മറുപടികൾ കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും മറുപടി വരാറുണ്ട്. അപ്പസ്റ്റോളിക് നൂൺഷ്യ വഴിയായിട്ടാണ് മറുപടി വരാറ്. അതുപോലെ അന്ന് ധരിച്ചിരുന്ന വസ്ത്രം, അത് ഒരു വെള്ള ഷർട്ടും അതുപോലെ തന്നെ പാൻറ്റും അതുപോലെ ഒരു ടൈയും, അത് ചാക്കോള സിൽക്ക് ഹൗസുകാരാണ് അത് സ്പോൺസർ ചെയ്തിരുന്നത്. അപ്പോൾ തൂവെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് അന്ന് പോയത്. അപ്പോൾ അതും ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അന്ന് ബ്ലെസ്സിങ് കാർഡ് അയച്ചു തന്നിരുന്ന മാർപ്പാപ്പയുടെ കൂടെ ഉണ്ടായിരുന്നവർ എടുത്തിരുന്ന വീഡിയോസും ഫോട്ടോസും, അതുപോലെ നമ്മുടെ തോംസൺ വീഡിയോസ് അവരെടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് കൂട്ടരുടെയും ഫോട്ടോസും വീഡിയോസും അതുപോലെ തന്നെ ബ്ലെസ്സിങ് കാർഡും ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അന്ന് കാസറ്റിലായിട്ടാണ് അത് എടുത്തു വെച്ചിരുന്നത്. പിന്നെ ബിഷപ്പ് ഹൗസിൽ നിന്ന് CD-യിലാക്കിയിട്ട് മാർപ്പാപ്പയുടെ സന്ദർശന CD എനിക്ക് കിട്ടുകയുണ്ടായി. കാസറ്റ് അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മാർപ്പാപ്പയുടെ അവിടെ നിന്ന് വന്ന ആളുകൾ, തിരുസംഘത്തിൻ്റെ കൂടെ വന്നിരുന്ന ആൾക്കാർ വീഡിയോ എടുത്തിരുന്നു. പിന്നെ തോമസൺ വീഡിയോക്കാർ അകലെ നിന്നിട്ട് വീഡിയോ എടുത്തിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് വരാൻ അനുവാദമില്ലാത്തതുകൊണ്ട് പിന്നെ ഫോട്ടോസൊക്കെ കിട്ടി. അപ്പോൾ അയച്ചത് കിട്ടി. ആ ഫോട്ടോസാണ് നിങ്ങൾ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ അത് മാർപ്പാപ്പയ്ക്ക് മാലയിടുന്ന ഉമ്മ വയ്ക്കുന്ന ഫോട്ടോ ആണ്. അപ്പോൾ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് എന്നുള്ള രീതിയിൽ ഇതൊക്കെ നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ്, ഡ്രസ്സും ജപമാലയൊക്കെ. അപ്പോൾ മാർപ്പാപ്പയെ നമ്മൾ കാണുമ്പോൾ വളരെ സന്തോഷം ഉണ്ടായിരുന്നു, കൗതുകം. അപ്പോൾ കുട്ടികളെ ഇഷ്ടമായതുകൊണ്ട് തന്നെ മാർപ്പാപ്പ അടുത്ത് വിളിച്ച് അങ്ങനെ ഒരു ചെറിയൊരു കുശല പ്രശ്നം നടത്തിയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്നേഹം. അപ്പോൾ മാർപ്പാപ്പ മാലയിട്ടതിന് ശേഷം പലരും മാർപ്പാപ്പ ജോസഫ്, കുട്ടി ജോസഫ്, മാർപ്പാപ്പ ജോസഫ്, അല്ലെങ്കിൽ മാർപ്പാപ്പ അച്ഛനായതിനു ശേഷം അങ്ങനെയൊക്കെ വിളിക്കാറുണ്ട്. വിശുദ്ധനായതിനു ശേഷമൊക്കെ എന്നൊക്കെ തൊട്ട് മുത്താനൊക്കെ വരാറുണ്ട് ആൾക്കാർ. അപ്പോൾ അങ്ങനെ അതായത് മാർപ്പാപ്പയോടുള്ള സ്നേഹം. അപ്പോൾ നമ്മുടെ അന്ന് സെമിനാരിൽ പഠിക്കുമ്പോഴായാലും സ്കൂളിൽ പഠിക്കുമ്പോഴായാലും മാർപ്പാപ്പ അല്ലെങ്കിൽ മാർപ്പാപ്പ ജോസഫ് അല്ലെങ്കിൽ മാർപ്പാപ്പ അച്ഛൻ എന്നൊക്കെ അവർ പറയാറുണ്ട്, ആൾക്കാരെ വിളിക്കാറുണ്ട്. അങ്ങനെ ഇതിൻ്റെ തലേദിവസം, ഈ മാർപ്പാപ്പയ്ക്ക് മാലയിടുന്നതിൻ്റെ തലേദിവസം കുണ്ടുകുളം പിതാവിൻ്റെ കഴുത്തിലാണ് ഞങ്ങൾ മാലയിട്ട് പഠിച്ചത്. കുണ്ടുകുളം പിതാവ് ആ സമയത്ത് പിതാവ് വരുന്നതിൻ്റെ ഭാഗമായിട്ട്, തലേദിവസത്തെ ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് അന്ന് ആ ഭാഗത്തൊക്കെ ഭയങ്കര പോലീസ് സെക്യൂരിറ്റി ആയിരുന്നു. ഞങ്ങൾക്ക് ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഉണ്ടായിരുന്നു. ആ കാർഡ്, സെക്യൂരിറ്റി കാർഡൊക്കെ കാണിച്ചിട്ടാണ് ആ ഭാഗത്തേക്ക് പോയത്. അവിടെ കുണ്ടുകുളം പിതാവ് പുത്തൻപള്ളിയിൽ നിന്നുള്ള നീലർ പിതാവ് വരുമ്പോൾ ഉപയോഗിക്കുന്ന ആ കസേരയിൽ ഇരുന്നിട്ട് ഞങ്ങൾക്ക് അവിടെ മാർപ്പാപ്പയെ പോലെ ഇരുന്നു. ഞങ്ങൾ മാലയിട്ടും ഒക്കെ കൊടുത്ത് പഠിക്കുകയായിരുന്നു. അപ്പോൾ ഒരു മാർപ്പാപ്പ, അപ്പോൾ അന്ന് ഒരു 6 പ്രാവശ്യത്തോളം ഞങ്ങൾ മാലയിട്ട് പഠിച്ചു കുണ്ടുകുളം പിതാവിൻ്റെ കഴുത്തിൽ. അപ്പോൾ കുണ്ടുകുളം പിതാവിനോട് പോകണ നേരത്ത് ചോദിച്ചു, ഇനി നാളെ ഒരു തവണ മാലയിട്ടാൽ മതിയല്ലോ എന്നൊക്കെ ചോദിച്ചു അച്ഛനോട്. അതായത് കുസൃതിയായിട്ട് ചോദിച്ചു. അപ്പോൾ അങ്ങനെ കുറേ പ്രാവശ്യം മാലയിട്ട് പഠിച്ചപ്പോഴേ ഇനി നാളെ ഒരു പ്രാവശ്യം മാലയിട്ടാൽ മതിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ച് അങ്ങനെ അപ്പോൾ ഒരു പ്രാവശ്യം മാലയിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു വെച്ചു. അങ്ങനെ അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മാലയിട്ട മാല എന്ന് പറയുന്നത് കുറച്ച് ഒരു പ്രത്യേകതയുണ്ട്. അത് കേരളത്തിലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുള്ള മാലയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഏലക്കായ, കരിയാമ്പൂ, അല്ലെങ്കിൽ മയിൽപ്പീലി, മയിൽ കണ്ണ്, അങ്ങനെ കേരളത്തിലത്തെ സുഗന്ധ വ്യഞ്ജനങ്ങൾ, കേരള തനിമ
വ്യക്തമാക്കുന്ന രീതിയിലുള്ള മാലയായിരുന്നു. അപ്പോൾ കുറച്ച് കനണ്ടായിരുന്നു. ഞാൻ അന്ന് കുഞ്ഞുകുട്ടിയായതുകൊണ്ട് അത് പിടിക്കാൻ കുറച്ച് ഒരു കനണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ അത് മാലയെക്കുറിച്ച് അങ്ങനെ അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പോൾ മാർപ്പാപ്പ അതായത് വരുന്നതിന് മുമ്പ് ഹെലികോപ്റ്ററിൽ വന്ന് അതിലൂടെ പോകുമ്പോൾ തന്നെ വിവായിൽ പാപ്പ മാർപ്പാപ്പ നീണാൻ വാഴട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇരുമ്പനച്ഛൻ്റെ നേതൃത്വത്തിൽ അവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ആരവം മുഴക്കിയിരുന്നു. അതിനുശേഷം മാർപ്പാപ്പ അവിടെ ഇറങ്ങി പിന്നെ ഓരോ ബാരിക്കേഡിലും ജനങ്ങൾ നിന്നിരുന്ന ഓരോ ബാരിക്കേഡിൻ്റെ ഇടവിലൂടെ മാർപ്പാപ്പ വന്നു. ഇപ്പോൾ ഞാൻ നിന്നിരുന്നത് തോബിയാസ് ആലക്കലച്ചൻ്റെ നേതൃത്വത്തിൽ ഗായക സംഘം നിന്നിരുന്നു. മാർപ്പാപ്പ വരുമ്പോൾ അതിനുള്ള പാട്ടുകൾ പാടാനായിട്ട് ആ ഒരു നീല ഷെഡിൻ്റെ അടുത്താണ് ഞാനും അപ്പച്ചനും അമ്മച്ചിയും നിന്നിരുന്നത്. പെങ്ങളും എൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നു. പെങ്ങള് തിരുവാത്സക്കാംഗങ്ങളുടെ അവരുടെ സെക്ഷനിൽ മാലാക കുട്ടികളുടെ പോലെ അവർ മാർപ്പാപ്പ വരുമ്പോൾ സ്വീകരിക്കാനായിട്ട് മാലയുടെ വേഷം ധരിച്ചിട്ട് അങ്ങനെ മാർപ്പാപ്പയെ ബാരിക്കേഡിൻ്റെ ഉള്ളിലോട്ട് വരുമ്പോൾ അവർ കൈവീശി അങ്ങനെ മാർപ്പാപ്പ എല്ലാ ബാരിക്കേഡിൻ്റെ ഉള്ളിലൂടെയും പോയി മാർപ്പാപ്പ ആശ്രയിച്ചിട്ടാണ് മാർപ്പാപ്പ അന്ന് മാലയിടാനായിട്ട് സെലക്ഷൻ കിട്ടിയത് ബൈബിൾ വായന മത്സരത്തിൽ ഫസ്റ്റ് കിട്ടിയിട്ടാണ്. അപ്പോൾ ബൈബിൾ വായന മത്സരത്തിൽ തന്നെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൽ ഫസ്റ്റ് കിട്ടിയത് എനിക്കാണ്. സെക്കൻഡ് കിട്ടിയത് നമ്മുടെ അതിലൊരു പ്രിൻസ് പിതാവായിരുന്നു, ഷംഷബാദ് പിതാവ്. അതുപോലെ അതിന് തേർഡ് കിട്ടിയത് ബൈബിൾ വായന മത്സരത്തിൽ തേർഡ് കിട്ടിയത് ആൻ്റണി കുരുതുടങ്ങര, അത് അച്ഛനാണ്, അദ്ദേഹം അച്ഛനാണ്. അങ്ങനെ ഫസ്റ്റ് ബൈബിൾ വായന മത്സരത്തിൽ ഫസ്റ്റും സെക്കൻഡും തേർഡ് കിട്ടിയ ആൾക്കാരൊക്കെ അച്ഛന്മാരാണ്. അതായത് ഒരാൾ പിതാവാണ്, രണ്ടുപേരും അച്ഛന്മാരാണ്. ഒരച്ഛൻ വൊക്കേഷൻ സഭയിൽ അച്ഛനായിട്ട്, അപ്പോൾ മറ്റേ ആൾ കണ്ണാറ വികാരിയായിട്ട് വന്നു. അപ്പം അങ്ങനെ മധുരിക്കുന്ന ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ അത് നമ്മളെപ്പോഴും ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. കാരണം ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് മാർപ്പാപ്പയുടെ തൃശ്ശൂർ സന്ദർശനവും തിരുവാത്സക്യങ്ങളുടെ പ്രതിനിധിയായിട്ട് മാർപ്പാപ്പയെ മാലയിട്ട് സ്വീകരിക്കാനുള്ള അവസരവും അതുപോലെ മാർപ്പാപ്പയുടെ സാന്നിധ്യവും മാർപ്പാപ്പയുടെ ആശ്ലേഷവും ചുംബനവും ആശീർവാദവും ആശീർവദിച്ച് തന്ന ജപമാലയും മാർപ്പാപ്പയോടുള്ള മധ്യസ്ഥവും ഇതൊക്കെ എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട് എന്ന് പറയാം. അതോടൊപ്പം തന്നെ നമ്മളോട് പഠിപ്പിച്ചിരുന്ന സിസ്റ്റേഴ്സ്, ഇടവകയിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ, അങ്ങനെ എല്ലാവരും തന്നെ നമ്മുടെ ദൈവവിളിയെ പിന്നെ അമ്മയും സഹോദരിയും ഒക്കെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് എൻ്റെ ദൈവവിളിയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ മാർപ്പാപ്പനായിട്ടുള്ള ആ സുലഭ നിമിഷം അതും എൻ്റെ ദൈവവിളിയെ ഒട്ടേറെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് പറയാം. അതൊരു ജീവിതത്തിലെ ഒരു സ്പാർക്ക് ആയിരുന്നു എന്ന് മനസ്സിലാക്കുകയാണ് ഞാൻ. എല്ലാറ്റിനും ഉപരിയായിട്ട് ദൈവത്തിന് നന്ദി പറയുകയാണ്. കാരണം മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവായ നിമിഷത്തിന് മുതൽ എന്നെ അറിയുകയും എന്നെ നയിക്കുകയും വിശദീകരിക്കുകയും എൻ്റെ കുറവുകളിൽ ശക്തിപ്പെടുത്തി, എൻ്റെ ബലഹീനതകളിൽ ശക്തിപ്പെടുത്തി, കുറവുകളെ പരിഹരിച്ചുകൊണ്ട് എന്നെ എപ്പോഴും വഴി നടത്തുന്ന അയോഗ്യതകളെ യോഗ്യതകളാക്കുന്ന ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ മാർപ്പാപ്പയെ ആശ്ലേഷിക്കാൻ സാധിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. അതോടൊപ്പം തന്നെ അതിനേക്കാൾ വലിയ ഭാഗ്യമാണ് ഈശോയുടെ പുരോഹിതനായി ഈശോയുടെ ശരീരവും രക്തവും കയ്യിലെടുത്തുകൊണ്ട് ആ പൗരോഹിത്യത്തിലൂടെ ഈശോയെ തന്നെ ആശ്ലേഷിക്കുവാൻ വിശുദ്ധ കുർബാനയിലൂടെ ഈശോയുടെ തിരുശരീര രക്തം സ്വീകരിക്കാനും ഈശോയുടെ തിരുശരീരത്തിന് കയ്യിലുയർത്തി മറ്റവർക്ക് ഈശോയെ പങ്കുവയ്ക്കാനും സാധിക്കുക എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ മാർപ്പാപ്പയ്ക്ക് മാലയിടാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ്. അതോടൊപ്പം തന്നെ ഈശോയുടെ പുരോഹിതനായിട്ട് ഈശോയെ ആശ്ലേഷിക്കുവാനും ഈശോയെ മറ്റവർക്ക് പങ്കുവയ്ക്കാനും ഈശോയുടെ ശരീരരക്തം സ്വീകരിക്കാനും സാധിച്ചു എന്നുള്ളതും ഒരു വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കും. നെല്ലിക്കുന്ന് സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ അടുത്തായിരുന്നു ഞങ്ങളുടെ വീട്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലെ എല്ലാ ദിവസവും പള്ളിയിൽ പോയിരുന്നു. അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ ഒരുമിച്ച് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോയിരുന്നു. നെല്ലിക്കുന്ന് പള്ളിയുടെ ആദ്യത്തെ തൂണിന് അരികിൽ 2 തൂണിന് അരികിലായിട്ട് അപ്പച്ചനും അമ്മച്ചിയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിൻ്റെ അടുത്ത് ഞങ്ങളും കൈകൂപ്പി ഭക്തിപൂർവ്വം നിൽക്കാറുണ്ട്. വിളവധികം വേലക്കാരോ ചുരുക്കം, അതിനാൽ തൻ്റെ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കുവാൻ വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കുവിൻ. പട്ടം കിട്ടിയത് ലൂർദ് പള്ളിയിൽ വെച്ചിട്ടാണ്. അതായത് 2008 ഡിസംബർ 30 ലൂർദ് പള്ളിയിൽ വെച്ച് ആൻഡ്രൂസ് പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഞാൻ പട്ടം സ്വീകരിച്ചത്. അപ്പോൾ ഞങ്ങൾ ലൂർദ് പള്ളി അടവുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ മരിയാപുരം അഞ്ചേരി ഡോൺ ബോസ്കോ പള്ളി ഇടവകയാണ്. 1891
ജനുവരി 18-ാം തീയതി ഇറ്റലിയിൽ നേപ്പിൾസ് പിയന്നൂര എന്ന സ്ഥലത്താണ് വിശുദ്ധ ജസ്റ്റിൻ റിസോളിലോ, ഞങ്ങളുടെ സഭാസ്ഥാപകൻ, ജനിച്ചത്. അദ്ദേഹം മരിച്ചത് 1955 ആഗസ്റ്റ് 2-ാം തീയതിയാണ്. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തിയത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. 2022 മെയ് 15-ാം തീയതിയാണ്. വിശുദ്ധ ജസ്റ്റിൻ റിസോളിലോ, അദ്ദേഹം സാർവത്രിക വിശുദ്ധീകരണത്തിൻ്റെ മധ്യസ്ഥൻ, ദൈവവിളികളുടെ അപ്പോസ്തലൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. വൊക്കേഷനിസ്റ്റ് ഫാദേഴ്സ് ആൻഡ് വൊക്കേഷൻ സിസ്റ്റേഴ്സ് അവരാണ്. ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ കമ്മ്യൂണിറ്റി അച്ഛന്മാരുള്ളത് മുളയം, തലൂർ, തലശ്ശേരി എന്നീ ഹൗസുകളാണ് ഞങ്ങൾക്കുള്ളത്. പിന്നെ കുറച്ച് പേര് ആസാമിൽ, കുറച്ച് പേര് മിഷൻ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റു പല രൂപതകളിലും രാമനാഥപുരം, തൃശ്ശൂരും ഒക്കെ ആയിട്ട് നമ്മുടെ അച്ഛന്മാർ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. എത്ര സമുന്നതമിന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം. അഗ്നിമയന്മാർ ദിവ്യാരൂപികളായതിൽ അത്ഭുതമാർന്നിടുന്നു. എത്ര സമുന്നതം ഇന്നു പുരോഹിത നീ ഭരമേറ്റ വിശിഷ്ടസ്ഥാനം.